തന്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു, കപടമുള്ള അതരത്തോടും ഇരുമനസ്സോടും കൂടി അവർ സംസാരിക്കുന്നു. അപ്പോ ഒരു ഭക്തിയുടെ അനുഭവത്തിൽ പിന്മാറ്റത്തിലേക്ക് പോയാൽ അവരുടെ ജീവിതത്തിൽ എന്തുണ്ടാകും? കൂട്ടുകാരനോട് എന്ത് സംസാരിക്കും? വ്യാജം സംസാരിക്കും. വ്യാജം സംസാരിക്കും. വ്യാജം എന്ന് പറഞ്ഞത് നിലനിൽക്കാത്തത്, ഇല്ലാത്ത കാര്യം സംസാരിക്കും. ആമേൻ. ഇപ്പൊ നമ്മളെന്തെങ്കിലും ആവശ്യത്തെ വിളിച്ചു എന്നിരിക്കട്ടെ, അപ്പൊ ഒരു പരമാവധി താമസത്തിനോ അല്ലെങ്കിൽ കല്യാണത്തിനോ പ്രാർത്ഥനയ്ക്കല്ല കേട്ടോ, പ്രാർത്ഥനയ്ക്കല്ല. അപ്പൊ വിളിച്ച് അയ്യോ പെട്ടെന്ന് ഇതിനാ ബുദ്ധിമുട്ടായിപ്പോയി, പെട്ടെന്ന് ഞാനൊന്ന് ആ വണ്ടി ഒന്ന് എടുത്തപ്പോഴേക്ക് വണ്ടി ഇത് കേടായി, പിന്നെ ഞങ്ങൾ എന്നെ ഒത്തിരി ദൂരം നടന്നിട്ട് വേണം, അങ്ങനെയൊക്കെ നമ്മൾ പറയും. പ്രാർത്ഥനയ്ക്ക് പിന്നെ നമ്മൾ വിശ്വസിക്കുകയാണ് എന്താണ് അവർ പറഞ്ഞ കാരണം അതായിരിക്കും എന്ന് വിശ്വസിക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞാൻ അതൊക്കെ നമ്മളൊക്കെ വിശ്വസിക്കും. പക്ഷേ നമുക്ക് സമയവും അവസരവും ഉണ്ടാക്കിയിട്ട് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നമ്മുടെ പിതാക്കന്മാരെ ഓർക്കണം, പൂർവികന്മാരെ ഓർക്കണം. അവരൊക്കെ ഒന്നും പ്രാർത്ഥനയ്ക്ക് ഒരു മുടക്കം കാണിച്ചിട്ടില്ല. ഈ നായത്തോടിന്റെ ദേശത്തു നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ മറ്റൂർക്ക് നടന്നു പോയിട്ടുണ്ട്. അന്നൊക്കെ സഭയിൽ പുതിയ പുതിയ ആത്മാക്കളുണ്ടായിരുന്നു, സ്നാനങ്ങൾ നടത്തി കഴിഞ്ഞു. അന്ന് പ്രാർത്ഥിച്ച വിടുതലുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ നമുക്ക് എല്ലാ ഉപകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കയ്യടിയായിരുന്നു. കയ്യടി കൊണ്ട് അയൽക്കത്തുള്ള ഒരു സ്വരം കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നമുക്ക് ഇത്രയും ഉപകരണങ്ങൾ വന്നത് അത് കയ്യടി മാത്രമേ ഉള്ളൂ. ആരാധന എന്താ വെച്ചാൽ തിരികെയായിരുന്നു. ഒരു 500 മീറ്റർ അകലത്തിനുള്ളിൽ ഒരു പ്രാർത്ഥന കൂടുന്നത് തിരിച്ചറിയായിരുന്നു. അവരെന്താ ജോലിക്ക് പോകുന്ന ആൾക്കാരല്ലേ, കല്ല് വെട്ടാൻ പോകുന്നതും അല്ലെങ്കിൽ തെങ്ങ് കാണാൻ പോകുന്നതും അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. ദൈവം അവരുടെ തലമുറയെ അനുഗ്രഹിച്ചപ്പോൾ അവരെന്തായിരുന്നു? എഞ്ചിനീയറായി, ഡോക്ടർമാരായി, പിന്നെ വക്കീൽമാരായി. ഇപ്പൊ ഇപ്പൊ തൂമ്പപ്പണിക്കൊന്നല്ല അവര് പോകുന്നത്. ഇപ്പൊ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്. നേരമില്ല, പ്രാർത്ഥനയ്ക്ക് നേരമില്ല, കാരണം ടൈമില്ല. അങ്ങനെയായി. തൂമ്പ എടുത്ത് കളച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ലേ? ദൈവം നമ്മെ അനുഗ്രഹിച്ചില്ലേ? ആ കപ്പ കഴിച്ച സമയത്ത്, പ്രസവം കഴിഞ്ഞ സഹോദരിമാര് കയറിയപ്പോൾ കപ്പ പുഴുങ്ങിയതും ചേമ്പ് പുഴുങ്ങിയതൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. നല്ല ആരോഗ്യത്തോടല്ല അവരിയ്ക്കുന്നത്. ഇന്ന് വ്യാജമായ ടോണിക്കുകള് മിക്സ് ചെയ്ത് കണ്ടിട്ട് കെമിക്കലൊക്കെ മിക്സ് ചെയ്ത് കുടിക്കുക. അങ്ങനെ കുടിച്ച് നമ്മുടെ ആളുകളുടെ ശരീരപ്രവൃത്തി എല്ലാം മാറി അല്ലേ? ക്ഷീണങ്ങളായി, തളർച്ചകളായി. ആട്ടുസൂപ്പ് എന്നൊക്കെ പറഞ്ഞ് കുടിക്കുന്നത് ആട്ടുസൂപ്പ് പറ്റി ആടാവോ? കരിയോയിലൊക്കെ ഫിൽട്ടർ ചെയ്തൊക്കെ ആയിരിക്കും, ആ ഓയിലൊക്കെ വെച്ചായിരിക്കും എന്താന്ന് പോലും പറയാൻ പറ്റില്ല. നമ്മളെ തന്നെ മാറി നോക്കണം. എന്താണ് ഞാനിപ്പോ? കൂടെ ഇരിക്കുന്നവർ ഒരിക്കലും ശോധന ചെയ്യരുത്. ഈ പ്രസംഗിക്കുന്നത് ഞാൻ എല്ലാ തെരഞ്ഞവനല്ല, ഞാൻ എന്നോട് ശോധന ചെയ്യണം. ദൈവമാരുടെ ബന്ധത്തിൽ എപ്രകാരമാണ് ഞാൻ എൻ്റെ സഹോദരിമാരോട് വ്യാജം പറയുന്നുണ്ടോ? പ്രാർത്ഥനയ്ക്ക് വരാൻ എന്തെന്ന് ചോദിക്കും, ആവശ്യത്തിന് വരാൻ എന്തെന്ന് ചോദിക്കുമ്പോൾ നമ്മളൊരു കാരണം പെട്ടെന്ന് പറഞ്ഞിരിക്കും. അതല്ല. ഇന്നലെ തന്നെ സൗമ്യ തിരക്ക് പിടിച്ച് ജോലിയാന്ന് പറഞ്ഞത്. അപ്പോൾ പിള്ളേരെ കൊണ്ട് എനിക്ക് പിള്ളേരെ കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് ഇവർക്ക് ഓടി ഇടുന്ന സൗമ്യ അവിടെ ലീവ് ചോദിച്ച് അസിസ്റ്റ് അവസാനം പൊക്കോളം പറഞ്ഞു അല്ലേ? അവൾ 4:30 ആയപ്പോഴേക്കും അവിടെ വീട്ടിലെത്തി. 4:30 ആയപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ബസ് എടുത്ത് വന്ന് അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും വന്നത്. അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെ പിള്ളേരെ ഒന്നും നിയന്ത്രിക്കാൻ എപ്പോഴും ഇവരെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് പ്രത്യേകം ഒരു നിർദ്ദേശം തന്നിട്ടുണ്ട്. കുട്ടികളെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവർ സെറ്റിയുടെ മുകളിലും അവിടെയൊക്കെ കയറി ഇറങ്ങാതെ സൂക്ഷിക്കണം. പ്രത്യേകം സാധിച്ച് ഞങ്ങൾക്ക് ക്ലാസ് തന്നിട്ടുണ്ട്. അപ്പൊ കൂടെ ഒരാൾ വേണം. ഞാൻ ഇവിടെ നിന്ന് പിള്ളേരെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ശരിയാവും. അപ്പൊ അതുകൊണ്ട് സൗമ്യ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങനെയുള്ള കാര്യം പ്രാർത്ഥിക്കും. വേണമെങ്കിൽ എനിക്ക് അവർക്ക് ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. സിമ്പിളാണ് പ്രാർത്ഥന മുടക്കാനൊക്കെ. പക്ഷെ താന്താന്റെ കൂട്ടുകാരോട് വ്യാജം പറയുക, കപടമുള്ള അതരത്തോടെ, ഇരുമനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു. ഈ ഇരുമനസ്സോടും കൂടെ സംസാരിക്കുന്നതിന്റെ പ്രത്യേക ഈ ഭക്തന്മാരില്ലാതെ പോകുന്നത് അതിന് പറഞ്ഞ് സ്തോത്രം സഹോദരൻ, എന്തൊരു നാളെ അവന്റെ ഉള്ളില് വേറെയാ. കൈപിടുത്തമൊക്കെ കണ്ടാണ്ട് നമ്മള് കുറച്ചു നേരം കൂടെ നിന്നപ്പോ ഒരു ഇപ്പൊ പണി കഴിഞ്ഞ നമ്മളിപ്പോ അത് കുറച്ച് ഇങ്ങനെ സാധനങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു തോന്നും. ചില കൂടെ നിന്നപ്പോ സമയം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകണം.
സ്നേഹം എല്ലാത്തിനും ഉണ്ടാവില്ല, എപ്പോഴും ഉണ്ടാവില്ല. ഇരുമനസ്സോട് കൂടെ കാണുന്നത് അപ്പൊ കുറച്ച് കഴിയുമ്പോ പിന്നെ വേറെ സ്വഭാവം. ഭക്തന്മാരില്ലാതെ പോകുമ്പോ സംഭവിക്കുന്നതാ, ഈ ഭക്തി കുറഞ്ഞു പോകുമ്പോ സംഭവിക്കുന്നതാ. ഇത് ദാവീദ് പറയാ, രക്ഷിക്കണമേ കർത്താവേ, രക്ഷിക്കണമേ, നിലവിളിക്കുക. ആമേൻ. നമ്മുടെ വിശ്വാസത്തിൽ കടന്നു വന്ന ആളുകളിൽ നിന്നും ഏതെങ്കിലും വേദന അനുഭവിച്ചിട്ടുണ്ടോ? വേദന അനുഭവിച്ചിട്ടുണ്ടോ? പോയി കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും, മനസ്സോടുകൂടെ സ്തോത്രം പറഞ്ഞ ആൾക്കാരാണ്. നെടുമ്പാശ്ശേരി ചർച്ചിൽ അങ്ങനെ ഇല്ലാത്തതിന് ഓർത്ത് സ്തോത്രം പറയും. എല്ലാവരും സ്തോത്രം പറയും, സ്തോത്രം സ്തോത്രം. അതെന്താ സ്തോത്രം പറയാത്തത്? സ്തോത്രം സ്തോത്രം, എല്ലാവരും സ്തോത്രം പറയും, സ്തോത്രം സ്തോത്രം. അങ്ങനെ ഇവിടെ ഇരുമനസ്സോട് കൂടെ നമ്മുടെ സഭയിൽ ആരും സ്തോത്രം. നമ്മുടെ വീട്ടിൽ ഒരു ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടു സഹോദരന്റെ വീട് നമ്മുടെ വീട് പോലെ കാണാൻ സാധിക്കണം. ഞാൻ എന്തുകൊണ്ട് കൂട്ടായ്മയ്ക്ക് എല്ലാവരും വന്നെന്ന് പറയുന്നത്? ആമേൻ. അപ്പൊ കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അടുത്ത പ്രാവശ്യം കൂട്ടായ്മയോട് നടക്കുമ്പോൾ നമ്മൾ എല്ലാവരും ആ വീട്ടിൽ എത്തിയിരിക്കണം. ഈ വീട്ടിൽ വെക്കാതെ ഇവിടെയാണ് വെക്കുന്നതെങ്കിൽ അത് ഇവിടെ കടന്നു വരണം. സ്തോത്രം. അതിനുവേണ്ടി ത്യാഗം സഹിച്ചാൽ അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ ഭക്തന് മാത്രമേ സാധിക്കുള്ളൂ. നമ്മളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടയ്ക്ക് നിൽക്കണം ദൈവമായുടെ ബന്ധത്തിൽ. ഒരു തരത്തിൽ വിട്ടുകൊടുക്കും. ഒരു വഷർക്കം കാണുന്നവരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളും പിന്നെ അതിന് കൂട്ടം നിന്ന് നമ്മളും വഷർക്കമായി. ഈ പാസ്റ്റൊക്കെ എപ്പോ നോക്കിയാലും പ്രാർത്ഥന. ഞായറാഴ്ച എല്ലാവരും വന്നിട്ടുണ്ട്, പിന്നെ ആ സൗകര്യമുള്ളവർ വന്നോട്ടെ. ഇത് ഇങ്ങനെ നമ്മളിങ്ങനെയൊക്കെ നിർബന്ധിച്ചു ഒരാ പറഞ്ഞ രീതിയൊക്കെ ഭയങ്കര രസമാണ്. അപ്പൊ കുറച്ച് നേരം കേട്ടോണ്ടിരിക്കുമ്പോ നമ്മുടെ ആത്മാവ് ക്ഷീണിക്കും. അപ്പൊ അല്ലെങ്കിൽ ഈ തിരക്ക് പിടിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥന കാര്യം എന്താ നമ്മളോട് ഇങ്ങനെ ചോദിക്കും. ഭക്ഷണത്തെ കൂടി പോണണ്ട, പ്രാർത്ഥനയോടേക്ക് ആൾക്കാർ കുറയണണ്ട. ശ്രദ്ധിച്ചു നോക്കിയേ. ഞാൻ അവിടെ പ്രാർത്ഥനയ്ക്ക് വീട്ടിലിരിക്കണെങ്കിലും ഞങ്ങൾ പ്രാർത്ഥനയിൽ തന്നെയാണ്. പവർ വിഷൻ ഓൺ ആക്കി വെച്ച് നൈറ്റിയും കളിമുണ്ട കൊടുത്തത് ഞങ്ങൾ പ്രാർത്ഥനയിൽ തന്നെയാണ്. വേറെ ആരും കാണുന്നില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ചോറ് മാത്രം കൊണ്ടുവരും, തീറ്റയെ നടക്കും, ആസാഭായവും കഴിയും. ഞാൻ സ്ഥലത്ത് കണ്ടുകൊണ്ട് കയറി ചെന്നതാണ്. പ്രാർത്ഥിക്കാണ് ഷാളയുടെ പൊച്ചണ്ടായി. അതും ഈ അടുക്കളയില് പണി ചെയ്യുമ്പോ തുണി ഇടയ്ക്കൊന്ന് ഒരു ദിവസം കൂടുമ്പോൾ മാറ്റണം. അതിന് അതുമേന്നൊരു ഈ പച്ചക്കറിയുടെയും കഞ്ഞിടത്തിന്റെ മണം പോലും. ഞാൻ സ്തോത്രം ചെയ്യാന്ന് പറഞ്ഞപ്പോ എന്റെ പൊന്നെ സ്തോത്രം. എന്നിട്ട് വീട്ടിൽ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയാണ്. നല്ല ദേവദാസന്മാരാ, ഒത്തിരി ദൈവത്തെ എന്തോ ഒരു വചന സംസാരിക്കണേ എന്തോന്നാ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെടുത്തോണ്ടാവില്ല. സ്തോത്രം. നമ്മൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥനയോടേക്ക് കടന്നു വരുന്നത്? എന്തുകൊണ്ടാണ് പ്രാർത്ഥനയോടേക്ക് കടന്നു വരുന്നത്? അങ്ങനെയല്ലേ നമുക്ക് എല്ലാവർക്കും നമ്മളൊരു അപ്പന്റെ മക്കളായിട്ട് വരും. നമുക്കൊരു സന്തോഷമല്ലേ ഇത്? സന്തോഷമല്ലേ നമുക്ക് എല്ലാവരും കാണുമ്പോൾ? ഇന്ന് വരാത്തൊരു ഓർത്തിട്ട് നമുക്ക് ചെറിയ പ്രയാസവും വരാത്തൊരു ഓർത്തിട്ട്. അതുപോലെ തന്നെ നമ്മൾ വരാതിരിക്കുമ്പോൾ ഇവിടെ ഉള്ളവർക്ക് എന്നെ കുറിച്ച് ഓർത്തില്ല, ഞാനാണോ വാശി പിടിക്കുന്നത്? പ്രാർത്ഥിക്കുക പ്രാർത്ഥന. മറ്റുള്ളവർക്ക് ബാലിസേട്ടന്, ബാനാജേട്ടന്, ജിനോന്, ഷീനോന്, എൽദോസഫറിന്, കുഞ്ഞേട്ടന്, ജോസേട്ടന്, അതുപോലെ ശ്യാമിന്, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പറയാത്തത് നിങ്ങളുടെ അവസ്ഥ അറിയായിരുന്നു, അവിടെയായിരുന്നു. പക്ഷെ ഇവർക്ക് ഉള്ളിൽ ചെന്ന് പിള്ളേർ വന്നില്ല. ഇവര് മാറി അടിച്ച് ട്രംപ് മാറി അടിച്ച് എത്ര രസമായിരുന്നു അല്ലേ? താളം വിട്ടിവര് പിള്ളേര് കിടന്ന് അതിലെ കിടന്നു. അവരിഷ്ടപ്പെട്ട് അതിൽ ഒരു തരത്തിൽ ഒരു താളം വിട്ടില്ല. അതാ ദൈവത്തിന്റെ സന്നിധി. ഞാൻ പെട്ടെന്ന് ശ്യാമിനെ അടിക്കാൻ അറിയാമോ എന്ന് ഞാൻ ചോദിച്ചു. നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. സ്തോത്രം. അതാ ഒരു ദൈവത്തിന്റെ സന്തോഷം. നമുക്ക് നിങ്ങൾക്ക് ക്ഷീണം നല്ല എനിക്ക് രസമായിരുന്നു. ഞാൻ കുറെ നേരം നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഞാൻ അതിന്റെ ഒപ്പം ഞാനിതാണ്. എനിക്ക് എന്റെ ചിഞ്ചിലൊക്കെ കംപ്ലൈന്റ് ആയിട്ട് എന്റെ ചിഞ്ചിലൊക്കെ ഉണ്ട് പൊട്ടി, എന്റെ ഇതൊക്കെ പോയി. പക്ഷെ ഒരു ആത്മപ്രേരണ കിട്ടുന്നവർക്ക് അത് കടകളിൽ കാണുമ്പോൾ ഉള്ളിൽ ചിന്ത വരട്ടെ. നമുക്ക് ദൈവത്തിന്റെ സന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലാവരും സഞ്ചരിക്കും. ശ്രദ്ധിക്കണം കേട്ടോ. വഷളത്വം പെരുകുന്ന ഒരു അനുഭവം ഒരു ഭക്തനെ തിരിച്ചറിഞ്ഞാൽ അവൻ ദൃഢധൈര്യമുള്ളവരായിരിക്കും. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്കൊന്നും അവരുടെ കൂടെ കൂട്ടുകൂടരുത്.
വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നുണ്ടെങ്കിൽ ആ കർത്താവിന്റെ പാതയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. തുടർന്ന് യൂത്ത് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആമേൻ ദൈവജനത്തിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്ന കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് കേൾപ്പിച്ച വചനത്തെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ആമേൻ ദൈവജനത്തെ കേട്ട ദൈവത്തിന്റെ വചനത്തെ സമർപ്പിച്ച് കുഞ്ഞേട്ടൻ പ്രാർത്ഥിച്ചു.